ഈ അടുത്തൊരു കാര്യം വെച്ചപ്പോൾ ഞാനൊരു മുദ്ര ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഈ പറഞ്ഞ എനിക്ക് പ്രോജക്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരാളെ അല്ല. പക്ഷെ അതൊരു പ്രശ്നമല്ല. റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകൾക്കല്ലേ ഇവർ കൊടുക്കുള്ളൂ. ഞാൻ അങ്ങനെ ഒരിക്കലും കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ ഒരു മുദ്ര ലോൺ ഒരിക്കൽ ചെന്നപ്പോൾ എൻ്റെ കഴിഞ്ഞ വർഷത്തെ 2 വർഷത്തെ എന്തോ IT റിട്ടേൺ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമാണോ? ഇപ്പോഴും അത് ആവശ്യമാണോ? അത് ആവശ്യപ്പെട്ട് നമ്മൾ കൊടുക്കണം. കമ്പൾസറി ഇല്ല. അത് നമ്മുടെ ഒരു ഹിസ്റ്ററി അറിയാൻ വേണ്ടി മാത്രം അറിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ എന്തെങ്കിലും തരത്തിൽ പഠിക്കണമല്ലോ. പഠിക്കാനുള്ള ഒരു എന്തെങ്കിലും ടൂൾ നമുക്ക് കൊടുക്കണം അവർക്ക്. ഒന്നല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ ITR ഫയലിംഗ് ആയിരിക്കും. നമ്മളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ടൂളായിട്ട് അതിനെ കൂട്ടിയാൽ മതി. പിന്നെ വൺസ് ഞാനൊരു ബിസിനസ് മുമ്പ് ചെയ്ത് പരാജയപ്പെട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ അത് പൂട്ടി കിട്ടിയ ഒരാളായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും ഒരു മുദ്ര ലോൺ വീണ്ടും മുദ്ര എടുത്ത വഴിയായിരിക്കില്ല, വേറെ വല്ല രീതിയിൽ ബിസിനസ് തുടങ്ങി പൊളിഞ്ഞു പോയതായിരിക്കും. അങ്ങനെയുള്ള ആൾക്ക് മുദ്ര ലോൺ അങ്ങനെ ഒരു ഹിസ്റ്ററി നോക്കുന്നുണ്ട് ഗവൺമെന്റ്, ഒരു ഹിസ്റ്ററി നോക്കുമോ? അത് ശരിക്കും ഇപ്പോൾ ലോൺ എടുക്കാൻ വരുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഇതിനു മുമ്പ് നമുക്ക് വിജയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വിഷയമല്ല. കാരണം ബാങ്കുകാർ കാണുന്നത് ഇയാൾക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഫ്രഷേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അയാൾ അന്ന് എന്തൊക്കെയാണോ പറ്റിയത് അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരും എന്നുള്ളൊരു ഉറപ്പും ഗൈഡൻസും അവർ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപോകുന്നത്. അങ്ങനെയാണ്. പിന്നെ ഒരു തവണ ഒരിക്കലല്ലേ കിട്ടുള്ളൂ ലൈഫിൽ? ഒറ്റ തവണയല്ലേ മുദ്ര ലോൺ കിട്ടുള്ളൂ? അതെ, ഒരൊറ്റ ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ. ഒറ്റ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം നിലവിലുള്ളത്. കാരണം അങ്ങനെ രണ്ടാമത് എടുത്തവരുടെ എണ്ണം കുറവാണ്. അത് തന്നെ അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരും ഇത് ഇട്ട് ഉപേക്ഷിക്കാൻ പോകുന്നതാണ് അവസ്ഥ വരുന്നത്. പിന്നെ അടുത്തൊരു മെയിൻ സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ 20 ലക്ഷം വരെയാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ് 1 കോടി രൂപയാണ് ആവശ്യമുള്ളത്. 5 പേര് കൂടി ഇതിപ്പോൾ എല്ലാം പ്രൊപ്പറേറ്റർഷിപ്പ് ഒരാ വ്യക്തിക്കല്ലേ കൊടുക്കുന്നത് മുദ്ര ലോൺ കൊടുക്കുന്നത്. 5 പേര് കൂടി ചേർന്ന് ഈ പറഞ്ഞ പോലെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പും അതൊക്കെ ആണെങ്കിൽ 5 പേർക്കും കൂടി 20 ലക്ഷം തുടങ്ങി അങ്ങനെ 1 കോടി സ്വരൂപിക്കാൻ പറ്റുമോ? അങ്ങനെ സാധിക്കില്ല. 5 പേർക്ക് 5 യൂണിറ്റ് നിങ്ങൾ സെപ്പറേറ്റ് പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങിയിട്ട് 5 ബിസിനസ്സായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. 5 പ്രൊപ്പറേറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൽ പല എഗ്രിമെന്റും വെച്ചിട്ട് അത് വേറെ അഗ്രിമെന്റ് വെക്കുക, അത് വക്കീലുമായിട്ട് വേറെ അഗ്രിമെന്റ് വെക്കുക. ബിസിനസ് എഗ്രിമെൻറ്റിൽ ആയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ പ്രൊപ്പറേറ്റർഷിപ്പിനും സെപ്പറേറ്റ് പാൻ ഉണ്ട്, സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേറെ മുദ്ര ലോൺ നമുക്ക് അപ്ലൈ ചെയ്യാം. മുദ്ര ഒരു വ്യക്തിക്ക് പ്രൊപ്പറേറ്റർക്കാണ് കൊടുക്കുന്നത്, പാർട്ട്ണർഷിപ്പിനോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ അങ്ങനെയല്ല കൊടുക്കുന്നത്. 5 പേര് കൂടി ചേർന്നിട്ടല്ല കൊടുക്കുന്നത്. 5 പേര് കൂടി ചേർന്നാൽ അതിന് നമുക്ക് പുതിയൊരു ബിസിനസ് വരുന്നു. ആ ബിസിനസ് പേര് ഒരു ബ്രാൻഡും വരുന്നു. ആ ബ്രാൻഡിനാണ് കൊടുക്കുന്നത്, അതിനാണ് കൊടുക്കുന്നത്, ആ ബിസിനസ്സിനാണ് കൊടുക്കുന്നത്. അതിനാണ് 20 ലക്ഷം രൂപ കൊടുക്കുന്നത്. 20 ലക്ഷം രൂപ.